എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ മാക്ബുക്കിനകത്ത്, അതായത് മാക് ബുക്ക് പ്രോ, ഇതിനകത്ത് ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ ഗ്രേയിഷ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഒപ്പം ഉള്ള ഫോൾഡറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളിത് കാണുമ്പം ഒരു അങ്കലാപ്പായിരിക്കും, എന്താ സംഭവിച്ചതെന്നറിയാതെ. പക്ഷേ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് റീസൺസ് ആണ് ഇതിനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾക്ക് മിസ്സായിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. അതും അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ കേബിളിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ഇതിന് സ്വാഭാവികമായിട്ടും വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. പക്ഷേ എങ്കിൽ മാക് OS തന്നെ എന്ത് സംഭവിച്ചാലും അതിനകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ട് ഉള്ള 1-2 ഓപ്ഷൻസ് ആണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഷോർട്ട് കീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മാക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓൺ ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ ഓപ്ഷൻ കീ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ്. അപ്പം നെറ്റ്വർക്ക് നമ്മൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. നെറ്റ്വർക്ക് ചൂസ് ചെയ്ത് അതിൻ്റെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഇൻ്റർനെറ്റ് റിക്കവറി എന്നുള്ളൊരു ഓപ്ഷൻ വരും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻ്റർനെറ്റ് റിക്കവറി കൊടുത്തു നോക്കുക. അതായത് സ്റ്റാർട്ടിങ് ഇൻ്റർനെറ്റ് റിക്കവറി എന്ന് പറഞ്ഞ് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ വിൻഡോയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 4 ഓപ്ഷൻസ് ആണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ആ 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്കപ്പ്, നമ്മുടെ പഴയ ബാക്കപ്പിൽ നിന്ന് ടൈം മെഷീൻ ബാക്കപ്പ് എന്നുള്ള അത് ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നീടുള്ളത് നമ്മുടെ OS ഏത് വെർഷൻ നമ്മളിനകത്ത് ഉണ്ടായിരുന്നോ ആ വെർഷൻ OS ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ഓപ്ഷൻ അവർ ചോദിക്കും. മൂന്നാമതുള്ളത് ഹെൽപ്പാണ്, ഗെറ്റ് ഹെൽപ്പ് ഓൺലൈൻ. പിന്നെ 4-മതുള്ളത് ഡിസ്ക് യൂട്ടിലിറ്റി. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസിനകത്തുണ്ട്. റീഇൻസ്റ്റാൾ മാക് OS എടുക്കുമ്പോൾ അതിനകത്ത് നേരത്തെ മാക് OS ഉണ്ടായിരുന്നത് 11 ആണ്, 10 ആണ്. അപ്പോൾ അതിലേക്ക് എഴുതുന്നത് പക്ഷേ ഇതേ ഇവിടെ കാണിക്കുന്നുണ്ടോ, ടു ഡൗൺലോഡ് ആൻഡ് രജിസ്റ്റർ യുവർ കമ്പ്യൂട്ടർ എലിജിബിലിറ്റി വിൽ ബി വെരിഫൈഡ് വിത്ത് ആപ്പിൾ. കണ്ടിന്യൂ കൊടുക്കുക. ലോഡിംഗ് ഇൻസ്റ്റലേഷൻ വരുന്നുണ്ട്. An error code while preparing the installation. Try running this application again. ഓക്കെ, അങ്ങനെ വന്നു. അപ്പം അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഡിസ്ക് യൂട്ടിലിറ്റിയിൽ പോയിട്ട് ഏതൊക്കെ ഹാർഡ് ഡിസ്കുകൾ ഇതിനകത്തുണ്ട് എന്ന് നോക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഹാർഡ് ഡിസ്കും ഇവിടെ ഇത് ചെയ്യുന്നില്ല. ഇതിൻ്റെ ബേസ് സംഭവമല്ലാതെ ഇതിൻ്റെ ഹാർഡ് ഡിസ്കുകളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഇത് മാക് OS ബേസ് സിസ്റ്റം എന്നുള്ളതല്ലാതെ ഇതിൻ്റെ SSD ഒന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. എറേഷൻ, ഇത് നമുക്ക് എറേസ് ചെയ്യാനോ പാർട്ടീഷൻ ചെയ്യാനോ പറ്റില്ല. ഈ സംഭവം ഇതാണ് നമ്മുടെ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇത് ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ കേബിളുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നാണ് നോക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക് തന്നെ തകരാറുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് മാറ്റി വയ്ക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ കേബിൾ എന്തെങ്കിലും ലൂസാണോ എന്ന് അഴിച്ച് നോക്കണം. അങ്ങനെ അഴിക്കുകയാണ്. അല്ലേ, ഇതിന് ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ കൈ നല്ല ക്ലീൻ ആയിരിക്കുക. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. ഈ സ്ക്രൂ ഡ്രൈവർ ഇതൊരു സെറ്റ് ഫുള്ളുണ്ട്. ഇതിനകത്ത് എല്ലാവിധ സൈസിലുള്ളതും ഷേപ്പിലുള്ളതും ഉണ്ട്. ഇതിനകത്ത് ഈ സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് മൊത്തത്തിൽ കണ്ടില്ലേ, ഇതിനകത്ത് SSD ഇതിനകത്തില്ല. കണ്ടില്ലേ, ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് കാണാനില്ല. അപ്പോൾ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെയാണ് ഹാർഡ് ഡിസ്ക് ഉണ്ടാകുന്നത്. ഇത് ബാറ്ററിയാണ്. ഇതിനകത്തൊന്നും നമ്മൾ തൊടാതിരിക്കുക. ഇവിടെ
ഹാർഡ് ഡിസ്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്, പക്ഷെ ഹാർഡ് ഡിസ്ക് കാണുന്നില്ല. അപ്പം സംഭവം ഇതാണ്, ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ല. ഇത് നമ്മുടെ അടുത്ത് ശരിയാക്കാൻ തന്നത് നമ്മുടെ ബോസാണ്. എന്താണോ ഇനി പുള്ളി വാങ്ങിയെടുത്തെന്നോ അതോ ഒരു പക്ഷേ ഇനി എവിടെയെങ്കിലും ഇത് ശരിയാക്കാൻ പുറത്തപ്പോൾ ഊരിയെടുത്തോ ഒന്നും അറിയില്ല. എന്തായാലും പുതിയത് ഒരെണ്ണം ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അന്ന് നമ്മൾ 2 ദിവസം മുന്നെയാണ് നോക്കിയത്, ഹാർഡ് ഡിസ്ക് ഇല്ലാതായിരുന്നു ആ ലാപ്ടോപ്പിൽ. അപ്പോൾ നമ്മൾ 2 ഹാർഡ് ഡിസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആണ് ലെക്സർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു 512 GB ആണ്. ഇത് ഏകദേശം ഒരു എത്രയാണ്, ഒരു 220 ദിർഹംസ് ഇതിന് വിലയായിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ അത് ആണ് നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്യുക. അതായത് ഇതിനകത്ത് ഇപ്പോൾ പവർ കണക്ഷൻ ഓൾറെഡി ചെറിയ തോതിലെങ്കിലും എല്ലാത്തിനകത്തും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ ഏതാണ് അതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ വരുന്നത്. അത് കൈവച്ച് ചെയ്യാതെ പകരം ഇതുപോലെ ഒരു ഹാൻഡിമാനോ അല്ലെങ്കിൽ വെച്ച് കണ്ടില്ല ബാറ്ററി ഉള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ കേബിള് ഇപ്പോൾ ഓൾറെഡി ഫ്രീ ആണ്. സാധാരണഗതിയിൽ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ടാവും. ആ ഹാർഡ് ഡിസ്ക് SSD നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആക്കുക. നമ്മളിതിപ്പോൾ ഇതിൻ്റെ ഇതാണ് SSD ലെക്സർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അതാണ് ഇതിൻ്റെ പെർഫോമൻസ് നമ്മളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഈ കേബിളിൽ നേരെ നമ്മൾ കൊടുക്കുക. ഇതിനൊരു സോക്കറ്റ് ഉണ്ട്. അത് അതായത് ഒരു ബ്രാക്കറ്റ്, സോക്കറ്റിൽ ബ്രാക്കറ്റ് ഉണ്ട്, പക്ഷെ അത് ഓൾറെഡി ഇത് മിസ്സായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് എടുക്കേണ്ടത്. പക്ഷേ ഇത് ഇതിനകത്തില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഹാർഡ് ഡിസ്ക് വാങ്ങിയ കടയിൽ നിന്ന് ഇതിട്ട് ചോദിച്ചവർക്ക്. എന്നിട്ട് സ്വാഭാവികമായിട്ടും ഈ 4 സ്ക്രൂ ആണ് നമ്മൾ അഴിച്ചിട്ട് ഇത് റിമൂവ് ചെയ്യുന്നത്. ഇത് 2 അഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഇത് എടുക്കാൻ പറ്റും. പിന്നീട് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതിപ്പം എടുത്തിട്ട് ആണ് ഇവിടേക്ക് ഹാർഡ് ഡിസ്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ 2 സ്ക്രൂ അഴിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇത് ഓൾറെഡി ഇത് ലൂസാണ്, അതുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. തിരിച്ചിത് ഭദ്രമായിട്ട് വെക്കുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇട്ട് ഇതിനെ നമ്മൾ സേഫായിട്ട് അടയ്ക്കുന്നു. ഇതും ഒരു ബ്രാക്കറ്റ് ഇവിടെ സാധാരണ രീതിയിൽ കിട്ടും, പിന്നെ സ്ക്വയറിൽ ഫുള്ളുള്ളത്. ഹാർഡ് ഡിസ്കിലാണെന്നില്ല. ഈ 4 സ്ക്രൂ അഴിക്കുക. അപ്പം നിങ്ങൾ പുതിയതായിട്ടൊരു ഓൾറെഡി ഇരുന്ന് ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ഈ 4 സ്ക്രൂ അഴിച്ചതിന് ശേഷമാണ് ആക്കുക. അതിനകത്ത് മിക്കവാറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ ഒരു ഇതുണ്ടാവും, പക്ഷെ അതൊന്നും ഇതിനകത്തില്ല. അതിപ്പം ഉണ്ടായിരുന്നെങ്കിൽ അത് വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ ഹാർഡ് ഡിസ്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് കാണിക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ, കഴിഞ്ഞു. അതിനുശേഷം പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ സാധനം നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം
കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പവർ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിരിക്കും. ഇനി വീണ്ടും അത് തന്നെയാണ് വീണ്ടും ഇവിടെ കാണിക്കുന്നത്. കാര്യം ഇത് ഇതുവരെയ്ക്കും ഒന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, മനസ്സിലായത്. അതായത് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി നമുക്കിത് പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. ഓക്കെ, പക്ഷെ ഓൺ ചെയ്യുമ്പോൾ കമാൻഡ് 6 രണ്ടും പ്രസ് ചെയ്യുക. കമാൻഡ് 6 പ്രസ് ചെയ്തിട്ട് വേണം പവർ ഓൺ ആക്കുക. അതെ, വീണ്ടും കമാൻഡ് ഓപ്ഷൻ 6 കൊടുത്തപ്പോൾ സ്റ്റാർട്ടിങ് ഇൻ്റർനെറ്റ് റിക്കവറി ദിസ് മേ ടേക്ക് വൈൽ എന്ന് കാണിക്കും. അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന വിൻഡോ. നേരത്തെ പോലെ തന്നെ ഇതിൽ 4 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഹെൽപ്പാണ്, ഓൺലൈൻ ഹെൽപ്പ്. ബാക്കി 3 വീണ്ടും നമ്മൾ ഡിസ്പ്യൂട്ടിൽ, അതായത് ഡിസ്പ്യൂട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഡിസ്കിനകത്ത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്യൂട്ടിലേക്ക് പോയി നോക്കുക. കണ്ടിന്യൂ. അപ്പോൾ നേരത്തെ കണ്ടില്ലേ ഇവിടെ ഉണ്ടായിരുന്ന macOS സ്പേസ് സിസ്റ്റം, അത് കൂടാതെ തൊട്ട് മുകളിലുണ്ടാവും ലെക്സാറിൻ്റെ 512 GB എന്നൊരു ഹാർഡ് ഡിസ്ക് ഇതിൽ ഡിറ്റക്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് ആയിട്ടുണ്ട്. നമ്മളത് മാക്കിൻ്റെ ഫോർമാറ്റിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. മാക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്റ്റെൻഡഡ് macOS എക്സ്റ്റെൻഡ് ആണ് ഇത്, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം, Macbook. പേര് കൊടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം അതേപോലെ. എന്നിട്ട് ഓക്കെ, താങ്ക് യു വെരി മച്ച്. അത് എറേസ് ചെയ്യുക. എറേസ് ചെയ്യുമ്പോൾ വലിയ താമസമില്ലാതെ തന്നെ എറേസ് ചെയ്ത് കിട്ടും. Macbook HD എന്ന് പറഞ്ഞ് അത് തൊട്ട് താഴെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിനായിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്യുക. ഇവിടെ എന്നിട്ട് നെക്സ്റ്റ് നമുക്കുള്ള ഓപ്ഷൻ, അതായത് റീസ്റ്റോർ ഫ്രം മെഷീൻ ബാക്കപ്പ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ സിസ്റ്റം ബാക്കപ്പ് ചോദിക്കും, ബാക്കപ്പ് എടുക്കും. ആ സമയത്ത് നിങ്ങൾ ബാക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അതാണ് റീസ്റ്റോർ ഫ്രം മെഷീൻ ബാക്കപ്പിലുള്ള ഓപ്ഷൻ. രണ്ടാമത് റീഇൻസ്റ്റാൾ macOS. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ OS ഇതിനകത്ത് ഇൻസ്റ്റാൾ ആവും ത്രൂ നെറ്റ് വഴിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഈ വെർഷനകത്ത് ഈ മാക്ക് ഉണ്ടായിരുന്ന ഇതാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അവർ ടു ഡൗൺലോഡ് എലിജിബിലിറ്റി വിൽ ബി വെരിഫൈഡ് വിത്ത് ആപ്പിൾ. ഓക്കെ, അങ്ങനെ ചോദിക്കും. അതുവഴി നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നെറ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ ചോദിക്കും. ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ OS അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, പക്ഷേങ്കിൽ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. പകരം ഇതിനകത്ത് ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ഈ macOSൽ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള കാറ്റലീന എൽ ക്യാപ്റ്റൻ നമ്മുടെ കയ്യിൽ ബൂട്ടബിൾ ഡിസ്കായിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ ഇത് മൊഹാവി അതേപോലെ ഹൈസിയർ ഇങ്ങനെയുള്ള OSകളെല്ലാം ബൂട്ടബിൾ ഡിസ്കായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഏതെങ്കിലും സിസ്റ്റത്തിന് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വെച്ചിട്ട് നമ്മുടെ സിസ്റ്റം റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള OS നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ആദ്യം കയറാൻ പറ്റുള്ളൂ, അതിനുശേഷം പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ എൽ ക്യാപ്റ്റൻ ഞാൻ ഓൾറെഡി ബൂട്ടബിൾ ഡിസ്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കയറാനാണ് ശ്രമിക്കുന്നത്. ഈ ബൂട്ടബിൾ ഡിസ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റം വീണ്ടും ഓണാക്കുക. ഓണാക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻ മാത്രം കൊടുക്കുക. ഓപ്ഷൻ മാത്രം കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഹാർഡ് ഡിസ്ക്
അതായത് എക്സ്റ്റേണൽ നമ്മുടെ റൂട്ടബിൾ ഡിസ്കുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ OS X ന്യൂ QPF എന്നൊരു ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. അത് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. കണ്ടല്ലേ OS X El Captain. അതായത് ഇതിനകത്ത് ഈ മാക് ബുക്ക് 2.11 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ മാക് ബുക്കിനകത്ത് നമുക്ക് ലയണാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് എൽ ക്യാപ്റ്റൻ വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് റൂട്ടബിൾ ഡിസ്ക് എൽ ക്യാപ്റ്റനിൽ കൊടുത്തത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ OS X തന്നെ കയറാൻ പറ്റും. നമ്മളിപ്പം റൂട്ടബിൾ ഡിസ്കിൽ നിന്ന് എടുത്തോണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ആണത്. ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഡിപ്പെൻസ് ഇൻ്റർനെറ്റ് സ്പീഡ് കുറച്ച് ടൈമൊക്കെ അതിന് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് എവിടെയാണ് നമ്മുടെ സോൺ എന്നൊക്കെ ഉള്ളത് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള പരിപാടികൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു, ഹാർഡ് ഡിസ്ക് മാറ്റി നമ്മുടെ സിസ്റ്റം ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പ്രാപ്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ മാക്കോസിൻ്റെ റൂട്ടബിൾ ഡിസ്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് എറിഞ്ഞു വരിക. സിസ്റ്റം വർക്കിംഗ് പെർഫെക്റ്റ്ലി. ഇത് ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ബ്രീഫ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ പ്രശ്നം തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ എംപ്റ്റി ആയിട്ടുള്ള ഫോൾഡറും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ആയിരുന്നു അതിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ ഞാനത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് 2-3 ഇഷ്യൂസാണ്. അതെല്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതിന് ഉണ്ടായിരുന്ന ഇഷ്യൂ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ലായിരുന്നു. ഹാർഡ് ഡിസ്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ഹാർഡ് ഡിസ്ക് ഇല്ലാതെ വന്നപ്പം ബ്ലിങ്ക് അടിച്ചു പോയി. എന്ത് പറ്റിയെന്ന് പറയാൻ കാര്യം നമ്മളുടെ ഇത് ശരിയാക്കാൻ തന്നിട്ട് ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം പിന്നീട് അന്വേഷിച്ചതാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഓൾറെഡി മറ്റെവിടെയോ നഷ്ടപ്പെട്ടു പോയി. എന്താണ് കാരണം എന്നറിയത്തില്ല. എന്തായാലും നമ്മളൊരു ഹാർഡ് ഡിസ്ക് വാങ്ങിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉണ്ടായിരുന്ന OS X ലയൺ നമുക്ക് നെറ്റ് വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. അത് പറയാൻ പറഞ്ഞ കാര്യം അതവർ ആപ്പിളിൻ്റെ ഇതിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഇല്ലാത്തതിനാലാണ് നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു സാഹചര്യം കൊണ്ടാണ് ബൂട്ടബിൾ ഡിസ്ക് വഴി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ സിസ്റ്റം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇത് എല്ലാവർക്കും മിക്കവാറും മാക്കുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം. ഇൻ കേസ് ആർക്കെങ്കിലും അറിയാതെ ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്കിൽ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് ചെയ്തത്. ഇത് എപ്പോഴൊന്നും നമുക്ക് ഇങ്ങനൊരു അവസരം വരാറില്ല. നമ്മൾക്ക് ഇങ്ങനെ ചാൻസ് വരുമ്പോൾ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അറിയാൻ വയ്യാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. മാക്കുള്ളവർക്കൊക്കെ ഇതൊക്കെ അറിയായിരിക്കും. മാത്രമല്ല യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ മലയാളത്തിൽ അതിന് വളരെ കൂടുതലില്ല എന്നേ ഉള്ളൂ. ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതെനിക്ക് ബൈ.